ത്രിയേക ദൈവത്തിൻ്റെ ധന്യര് നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ചുമതലക്കാര്, സഹോദരങ്ങളെ, അല്ലെങ്കിൽ ആ ഷെയർ ചെയ്യാൻ ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത് ഒരു കോമൺ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു സെൻറ്റ് മാത്യുവിനെ കുറിച്ചുള്ളത്. അതിനകത്ത് നമ്മൾ മഷിഹാനി കൺസെപ്റ്റ് സെൻറ്റ് മാത്യുവിൻ്റെ ഒരു മെയിൻ ഐഡിയ ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുകൂടാതെ തന്നെ പിന്നീട് നമ്മൾ ചാപ്റ്റേഴ്സിനെ ചില സബ് ടൈറ്റിലുകളായി തിരികുകയും ചെയ്തു. എന്നാൽ നമ്മളൊരു ചെറിയ ഏരിയ മാത്രം സെൻറ്റ് മാത്യുവിൻ്റെ ബിഗിനിങ് ഏരിയ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുന്നു. സെൻറ്റ് മാത്യു ചാപ്റ്റർ 1 1 മുതൽ 4 അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ. അതിനൊരു ഒറ്റ ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നത് ഇങ്ങനെയാണ്: ഇൻട്രൊഡ്യൂസിങ് ദ മഷിഹ എന്നുള്ള കൺസെപ്റ്റാണ്. സെൻറ്റ് മാത്യു ഇത്രയും ഭാഗത്ത് കൃത്യമായിട്ടും മഷിഹായെ പല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതൊരു 5 ഏരിയ ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ സെൻറ്റ് മാത്യു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇതൊരു മഷിഹ എന്നുള്ള കൺസെപ്റ്റ് സെൻറ്റ് മാത്യുവിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അത് പ്രൂവ് ചെയ്യാൻ ബിബ്ലിക്കൽ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സെൻറ്റ് മാത്യുവിൻ്റെ 4:17 പബ്ലിക് അഡ്രസ്സ്, പബ്ലിക് മിനിസ്ട്രി യേശു ആരംഭിക്കുകയാണ്. അപ്പം അതിനു മുമ്പേ 4:11 വരെയുള്ള ഭാഗങ്ങൾ സെൻറ്റ് മാത്യു തന്നെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം നമ്മൾ 5 ഡിവിഷനായിട്ടാണ് ഇന്ന് ഈ ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ABC എന്നും പറഞ്ഞുകൊണ്ട് 5 ഡിവിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ B എന്ന് പറയുന്ന ഏരിയ വീണ്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രയും ഭാഗങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കും. ഒന്നാമത്തത് നമുക്ക് അറിയാം, സെൻറ്റ് മാത്യു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജീനിയോളജിയിലാണ്, വംശാവലി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മറ്റൊരു ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് ബുക്ക് ഓഫ് ഒറിജിൻ എന്നുള്ളത്. അല്ലെങ്കിൽ ജനസിസ്, നമ്മൾ ജനസിസിൻ്റെ ഭാഗത്തിൽ ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു, അങ്ങനൊരു ടോണുണ്ട് സെൻറ്റ് മാത്യുവിൻ്റെ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്. അതുകൊണ്ട് തന്നെ ബുക്ക് ഓഫ് ഒറിജിൻ എന്നുള്ളൊരു ഐഡിയ വേണമെങ്കിലും അതിന് ടൈറ്റിലായിട്ട് ചിന്തിക്കാവുന്നതാണ്. ജനസിസിൽ നിന്ന് എടുത്ത ഒരു ഐഡിയ ആണ് നമ്മൾ പിന്നീട് നമ്മൾ സെൻറ്റ് ജോൺ ഗോസ്പെല്ലും കാണുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്ന വചനം ജഡം ധരിച്ചു എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ സെൻറ്റ് ജോണിൻ്റെ ബിഗിനിങ്ങിലും ഈ ഒരു ഐഡിയ കാണുന്നുണ്ട്. അത് മാത്യുവിൽ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ജനസിസ് എന്നുള്ള ഒരു ഐഡിയ പോലെ പിന്നെ മാത്യുവിൻ്റെ ആ ജീനിയോളജി ഒന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ 5 ഏരിയ ആണ്. അതിലൊന്നാമത്തെ ഏരിയ ആണ് ജീനിയോളജി പറയുന്നത്. സെൻറ്റ് മാത്യുവിൻ്റെ ജീനിയോളജി നമ്മളെപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി ഭാഗങ്ങൾ കളഞ്ഞിട്ടാണ് സെൻറ്റ് മാത്യു ജീനിയോളജി ആരംഭിച്ചത്. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ആദ്യം മാതാപിതാക്കൾ ആയ ആദമിനെയും ഇവനെയും വിട്ടിട്ടാണ് അബ്രഹാമിലാണ് ആരംഭിക്കുന്നത്. അത് മഷിഹ എന്ന് പറഞ്ഞ്, അല്ലെ സൺ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ജീസസിൽ അവസാനിക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സെൻറ്റ് മാത്യു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചിട്ടുള്ള മെഷിയാനിക് കൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഓൾറെഡി പ്രോഫറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്ന ആളാണ് വരുന്നതെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്യുവിന് ആ ഓഡിയൻസിനോട് പറയാനുള്ളത് കൊണ്ട് അവൻ്റേതായ ഒരു എഡിറ്റിംഗ് പർപ്പസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ജീനിയോളജി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ജീനിയോളജി നോക്കിയാൽ അത് ഈ ജൂയിഷ് ട്രഡീഷനിൽ നമുക്കറിയാം. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പലയിടത്ത് കണ്ടാലും, പ്രത്യേകിച്ച് നമ്പേഴ്സും ഒക്കെ എടുക്കുമ്പോൾ, ഒത്തിരി കോണക്കിൾസിലും ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി പേരുടെ വംശാവലികൾ പറയുന്നുണ്ട്. അതൊരു ജൂയിഷ് ട്രഡീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ കൃത്യമായ ഒരു ഫാമിലി റെഫറൻസ് കൊണ്ടുവരുന്ന അതിൻ്റെ കാരണം കൊണ്ട് ജീനിയോളജി അവിടെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. 2, ആ ജീനിയോളജിക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷിയ എന്നൊരു കൺസെപ്റ്റ് പറയാനുണ്ട്, സൺ ഓഫ് ഡേവിഡ് എന്നുള്ള ഒരാശയം അവന് പറയാനുണ്ട്. മൂന്നാമതായിട്ട് അതിൻ്റെ ഒരു എൻഡിൽ കാണുന്ന പിന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ജീനിയോളജിയുടെ ഒരു പ്രത്യേകതയാണ് സെൻറ്റ് മാത്യുവിന് 14 വീതമുള്ള 3
ഭാഗങ്ങളായിട്ട്. അതിൽ അവസാനത്തത് ബാബിലോൺ എക്സൈൽ മുതലുള്ള ക്രിസ്തു വരെയുള്ള ഭാഗങ്ങൾ. അതിനർത്ഥം യഥാർത്ഥത്തിൽ ഒരു വലിയ ആം, ഡേവിഡിക് അബ്രഹാം മുതൽ ദാവീദ് വരെ വരുന്ന ഒരു വംശാവലി, വളരെ ശക്തമായിരുന്ന ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി എക്സൈലിൽ വന്നിട്ട് അവർ വളരെ പിടിക്കപ്പെടുകയും ദൂരേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്കാറ്റേഡ് ആയ കമ്മ്യൂണിറ്റി വീണ്ടും ഒന്നിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടെ തരാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ എക്സൈൽ നഷ്ടപ്പെട്ടു പോയ റിസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ മാത്യു ആ 14 വരുന്ന 3 സർക്കിളിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് സെൻറ്റ് മാത്യുവിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കാണാവുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ആ ജീനിയോളജിയുടെ ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന അബ്രാമിൽ എന്തുകൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഏറ്റവും ആൻസിസ്റ്ററായിട്ടുള്ള അബ്രാമിൽ നിന്ന് ആരംഭിക്കണം. ഇസ്രായേൽ കാരണം അവൻ ജൂതനാണെന്നാണല്ലോ പ്രൂവൻ. അപ്പം അത് അബ്രാമിൽ നിന്ന് ആരംഭിച്ചാൽ മതി അവൻ. അപ്പോൾ അത് ഒരു അബ്രാമിൽ നിന്ന് ആരംഭിക്കാനൊരു പിന്നെ 2 ഫെയ്ത്ത് നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു വളരെ ബേസിക് ഘടകമായിരുന്നു സെൻറ്റ് മാത്യുവിൻ്റെ. അപ്പോൾ അത് വിശ്വാസികളുടെ പിതാവായ അബ്രാമിൽ നിന്ന് ആരംഭിക്കുന്നത് അങ്ങനെ ഒരു കാരണം ഉണ്ടാവും. പിന്നെ ഹോൾ നമ്മൾ ജനസിസ് 17 4 മുതൽ 5 അല്ലെങ്കിൽ 4 മുതൽ 5 ഉള്ള ഭാഗങ്ങളിലും പിന്നീട് ജനസിസ് 12:3 കാണുന്ന ഒരു അവൻ്റെ ഒരു ഹോൾ നേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് സെൻറ്റ് മാത്യുവിൻ്റെ 28 നമ്മൾ കണ്ടു എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ ഒരു ഐഡിയയും സൺ ഓഫ് എബ്രഹാം എന്ന് യേശുവിനെ കൊണ്ടുവന്നാൽ കിട്ടും എന്നുള്ളത് കൊണ്ട്, കാരണം ഇതെല്ലാം ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അബ്രഹാം ജനസിസിനകത്ത്. അപ്പം ആ ഒരു ഐഡിയ കുറച്ചും കൂടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മാത്യുവിനെ പ്രേരിപ്പിച്ചു കാണും. കാരണം ആ കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള കമ്മ്യൂണിറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ 2 അവന് പറയാനുള്ളത് സൺ ഓഫ് ഡേവിഡ് ആണ് ക്രിസ്തു എന്ന് പറയേണ്ടതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് 14-നകത്ത് സൺ ഓഫ് ഡേവിഡ് വരുന്നത്. അത് നമ്മൾ അവൻ രാജാവാണെന്ന് പറയേണ്ട ഒരു റോയൽ ഫാമിലി ഉണ്ട് എന്ന് പറയാനുള്ള ശ്രമമാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് സെൻറ്റ് മാത്യുവിലെ ജീനിയോളജി കാണുന്ന ഒന്നാണ് ഈ 14 ജനറേഷൻ വീതമുള്ള 3 സെറ്റ്സ്. അത് നമുക്കറിയാം. പിന്നെ അബ്രഹാം മുതൽ ദാവീദ് മുതൽ ബാബിലോൺ എക്സൈൽ മുതൽ ക്രിസ്തു വരെ എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം റോയൽ ലീനിയേജ് കാണിക്കുവാനാണ് എന്നുള്ളതാണ് ഒരു കൃത്യമായ കാരണം. ആദ്യത്തെ അബ്രഹാം മുതൽ ഡേവിഡ് വരെ വരുന്ന ദാവീദ് വരെ വരുന്ന വംശാവലി നോക്കി കൃത്യമായി 14 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതിനെ 14 ആക്കാൻ ഒരു ശ്രമം ചിലപ്പോൾ മാത്യുവിൻ്റെ ഭാഗത്ത് ഉണ്ടായേക്കും. ചില അല്ലാത്ത റീസൺസുകളും ഉണ്ടെങ്കിൽ പോലും. അപ്പം ഒരു റോയൽ കമ്മ്യൂണിറ്റി ഒരു 14 ആണെങ്കിൽ അടുത്തതും അത്രയും റോയൽ ആണെന്ന് കാണിക്കാൻ അതിനൊരു 14 കൊടുത്താൽ എക്സൈൽ വരെയുള്ളതും വീണ്ടും എക്സൈൽ കഴിഞ്ഞ് വീണ്ടും ആ റോയലിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് കാണിക്കാൻ, ലീനിയേജ് കാണിക്കാനും അതിൻ്റെ പീക്കിൽ ക്രിസ്തു അതിൻ്റെ 14-ാമത്തെ അടുത്ത 3rd ജനറേഷൻ്റെ 14-ാമത്തെ ആളായിട്ട് വരുമ്പോഴും അവൻ ആ ഒരു റോയൽ ഫാമിലിനെ ഇത് കാണിക്കാനും ഒരു സാധ്യത മാത്യുവിൻ്റെ ഗോസ്പലിന് കാണുന്നത്. അപ്പോൾ ജീനിയോളജി അത്രയേറെ ഇതിൽ നിന്ന് നമുക്ക് പിന്നീട് ഒരെണ്ണം കൂടെ കാണാവുന്ന ഈ ലൂക്കിലുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാരണം അതിനൊരു റീസൺ പറയുന്നത് ചിലപ്പം ലൂക്ക് കുറച്ചും കൂടെ ബയോളജിക്കൽ ജീനിയോളജിയാണ് നോക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ലൂക്ക് മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. മാത്യു അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ റോയൽ മെഷിയാനിക് ഓൾറെഡി പ്രോഫറ്റ്സ് പറഞ്ഞ ആളാണ് വരുന്നതെന്ന് ഒരു കമ്മ്യൂണിറ്റിയോട് പറയേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും അതാണ് മാത്യുവിൻ്റെ ഇൻറ്റൻഷൻ പറയാനുള്ള റീസൺ എന്നുള്ളത് കൊണ്ടും മാത്യു ആ മെത്തേഡ് ഉപയോഗിച്ചതാണ്. പിന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്ന അതിനകത്തൊരു 4 സ്ത്രീകൾ വരുന്ന, 5-മതൊരാളുണ്ട് സെൻറ്റ് മേരി, എന്നാൽ പോലും 4 സ്ത്രീകൾ വരുന്നുണ്ട്. അവരെല്ലാവരും പിന്നെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി വെളിയിലുള്ളവരും കൂടെ. നമ്മൾ ആദ്യം അബ്രാമിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഹോൾ നേഷൻ ഉള്ള ഒരു മെസ്സിയാണ് വരുന്നത്, അല്ലാതെ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു ഐഡിയ കൂടി മാത്യു കൃത്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം പുറത്തുനിന്നുള്ളവരെയും കൂടി ആഡ് ചെയ്യുന്നതിൽ മാത്യു പറയുകയാണ് നമ്മുടെ ജീനിയോളജിക്ക് പറയാൻ ശ്രമിക്കുന്നത് ആ ഹോൾ നേഷനുള്ള ഒരു രക്ഷ കർത്താവിലുണ്ടെന്നുള്ള 28 നമ്മൾ സെൻറ്റ് മാത്യു 28-ൻ്റെ 28-19 കാണുന്ന ഐഡിയ കൃത്യമായിട്ട് ആദ്യം തന്നെ പറയുന്നതിൻ്റെ ഒരു ആശയം കാണും. കുറച്ചുകൂടെ
വ്യക്തമായിട്ട് പല റീസൺസും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാമെങ്കിൽ ഇതൊരു മെയിൻ ഐഡിയ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ 4 സ്ത്രീകൾ, പിന്നീട് സെൻറ് മേരി വരുന്നുണ്ട്. സെൻറ് മേരിക്കും ടെയും നമുക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോസ്പൽ വായിച്ചു കേട്ടപ്പോൾ ചിന്തിച്ചിട്ടുള്ളതുമായിരിക്കും. അവളെ വേണമെങ്കിൽ പുറത്താക്കാമായിരുന്ന ജോസഫിന്റെ കൺസെപ്റ്റ്. അപ്പം അങ്ങനെ ആരെയും പുറത്താക്കില്ല എന്നുള്ള ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് കൊണ്ടുവരാൻ കൂടി ഓൾറെഡി ഈ 4 പേരെ ആഡ് ചെയ്തു എന്നുള്ള ഒരു ഐഡിയയും സെന്റ് മാത്യുവിന്റെ ജീനിയോളജി നമുക്ക് കാണാം. പിന്നെ നമുക്ക് വേറൊരെണ്ണമാണ് ഈ പറഞ്ഞ ജീനിയോളജി നോക്കുമ്പോൾ ലൂക്കിന്ന് ഇച്ചിരി വ്യത്യാസമുള്ളത് ഇനി ജീസസിന്റെ പിതാവായ ക്രൈസ്റ്റിന്റെ പിതാവായ ജോസഫിലാണ് അത് എൻഡ് ചെയ്തിട്ട് ജോസഫിന്റെ ഭാര്യയായിട്ടാണ് മേരിയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കാരണം നമ്മൾ പറഞ്ഞു, ഈ ലീനിയേജ് നമ്മൾ പിന്നെ വംശാവലി നോക്കുമ്പോൾ രാജകീയ വംശാവലിയിൽ വരുന്നത് പുരുഷന്മാരുടെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജോസഫിൽ എൻഡ് ചെയ്യുന്നത്. അതൊരു അർത്ഥത്തിൽ ലീഗൽ ഫാദർ ആയിട്ടാണ് ജോസഫിനെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് അവിടെ കാണാം കുട്ടിക്ക് പേര് കൊടുക്കുന്നതിനെ കുറിച്ച് ജോസഫിനാണ് ഇടപെടേണ്ടത്. അപ്പം അതൊരു ഒരു ലീഗൽ ഫാദറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ സൊസൈറ്റിയിൽ മകന് പേര് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മകൾക്ക് പേര് കൊടുക്കുക. അപ്പം അത് ഒരു അർത്ഥത്തിൽ കാണിക്കാനും കൂടെയാണ് ജോസഫിൽ എൻഡ് ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ അവൻ ലീഗൽ ഫാദർ ആണെന്ന് മാത്യു പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ മേരിയെ മദർ ഓഫ് ഗോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ ജീസസിന്റെ മദറായിട്ട് അല്ലെങ്കിൽ ജോസഫിന്റെ വൈഫായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഓടിച്ച് നോക്കാൻ വേണ്ടി അതിന് താഴെ, എന്നാലും ചില കാര്യങ്ങൾ വായിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ വായിച്ചോളാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പിന്നീട് എപ്പോഴും നമുക്ക് അത് നോക്കിയാൽ മതി. ഗോസ്പൽ ബിഗിൻ ചെയ്തതിനെ കുറിച്ച് മാത്യു 1 അതൊക്കെ നമ്മൾ ഇപ്പം കേട്ടതാണ്. ഇന്ന് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്തെങ്കിലും നമ്മൾ ഈ 4 പേര് കൂടാതെ മേരിയും കൂടെ ഉണ്ട് ഈവൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നുള്ളത് ഇടാൻ വേണ്ടി ഞാനിവിടെ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ ആ വംശാവലി എന്നുള്ള അതിൽ 5 പേരുണ്ടെന്നുള്ളതും അവരുടെ റെഫറൻസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഏരിയ അങ്ങനെ വംശാവലിയാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെന്റ് മാത്യു ഗോസ്പൽ കൊണ്ടുവരുന്ന മെസ്സിയാനിക് കൺസെപ്റ്റിനെ ജീനിയോളജി തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇൻട്രൊഡ്യൂസിങ് മെസ്സിഹ എന്നുള്ള മെയിൻ കൺസെപ്റ്റ് ആണല്ലോ. അതിന് രണ്ടാമതായിട്ട് അവൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയെങ്കിലും വായിച്ചു കേട്ട ഭാഗമാണ് ഡെമോൺസ്ട്രേഷൻ ദാറ്റ് ജീസസ് ഓഫ് നാസറത്ത് ഈസ് മഷിഹ എന്നുള്ളത്. അതിനകത്ത് അത് 1:18 മുതൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഏതെങ്കിലും ഭാഗം മുതൽ സെന്റ് മാത്യുവിന്റെ 2:23 വരെ വരുന്നൊരു ലോങ് ഏരിയയിൽ ജീസസ് ഓഫ് നസ്രത്ത് എന്നുള്ള ജീസസ് ആണ് മെസ്സിഹ എന്ന് പറയാനുള്ള ഒരു ശ്രമം നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി ആ പ്ലാനാണ്, എന്നാൽ പോലും കൃത്യമായിട്ടൊരു ജിയോഗ്രാഫിക്കൽ ഏരിയയിലുള്ള ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അയാളാണ് മഷിഹ എന്ന് പറയാനുള്ള ഒരു ശ്രമം. അതിന് ഒരു 5 സ്ക്രിപ്ചർ പ്രൂഫുകളും ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഏരിയയെ നമ്മൾ 5ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്താണ് നോക്കുന്നത്. അപ്പം അത് 1:18 മുതൽ 2:23 വരെയാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ജോസഫ് സൺ ഓഫ് ഡേവിഡ് എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ജീനിയോളജി കണ്ട ആ ഒരു ഐഡിയ അവിടെ ജോസഫാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഹിസ് സൺ എന്നുള്ളത്. അതാണ് അവനെ പേര് വിളിക്കാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അത് സെന്റ് മാത്യു 1:18 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ജോസഫ് ഒരർത്ഥത്തിൽ ജോസഫ് വഴി ജീനിയോളജി വന്നു. ജോസഫിലൂടെ അവനെ അവിടെ ക്രിസ്തുവിനെ നിലനിർത്തുന്ന സെന്റ് മേരിയെ ജോസഫിന്റെ ഭാര്യയായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് ജോസഫ് വഴി ആണ് ആ ലീനിയേജ് ക്രിസ്തുവിൽ വന്നതെന്ന് പ്രൂവ് ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗമാണിത്. അത് പ്രൂഫായിട്ട് കൊണ്ടുവരികയാണ് സെന്റ് മാത്യു. അതിനകത്ത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഭാഗങ്ങൾ ദൈവമാതാവിൻ്റെ ഗോഡ് ബെയറർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുള്ളൂ. ഹോളി സ്പിരിറ്റിനാൽ പ്രഗ്നൻസി ഉണ്ടായെന്നുള്ളത്. 2 ജീസസ് എന്നുള്ള പേര് നമുക്ക് സെന്റ് മാത്യു 21 നിങ്ങൾ വായിച്ചാൽ 1:21 വായിച്ചാൽ കാണാൻ പറ്റും.
അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നുണ്ട്. ആ ജീസസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ ലോഡ് സേവ്സ് എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പം മശിഹ ആരാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അവൻ മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള അവൻ്റെ പേരാണ് ജീസസ് എന്നുള്ളത്. അപ്പം അത് ഒരർത്ഥത്തിൽ യാഹ്വേ എന്നുള്ള യഹോവ എന്നുള്ള വാക്കിനും രക്ഷകൻ എന്നുള്ള അർത്ഥമുള്ളതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏം, മറ്റൊരു രൂപമാണല്ലോ ജീസസ് എന്നുള്ള ഫോം. അപ്പോൾ അത് ലോഡ് സേവ് എന്നുള്ള ബൈബിളിൻ്റെ റെഫറൻസ് തന്നെ അതിനകത്തുണ്ട്. നമ്മൾ അത്ര അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഭാഗം ജീസസിൻ്റെ മീനിങ് തന്നെയാണ് ആ 21 അത് ഞാൻ റെഫറൻസ് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഉം, ഈ ജോസഫുമായി ബന്ധപ്പെട്ട് അവൻ പേര് കൊടുക്കുമ്പോൾ ജീസസ് എന്ന് ഉപയോഗിക്കുന്ന ഭാഗത്ത് മീനിങ്ങും അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അവൻ സേവറാണ്. അപ്പം രണ്ട് പേരുകൾ ഒരർത്ഥത്തിൽ വരുന്നുണ്ട്. അവന് ജീസസ് എന്നുള്ള ആം, രക്ഷകൻ എന്നുള്ളൊരു പേരും മഷിഹ എന്നുള്ള അനോയിൻറ്റിങ് ഓഫ് അഭിഷിക്തൻ എന്നുള്ള ജൂയിഷ് കൺസെപ്റ്റ് ഒരുപോലെ ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് മഷിഹായെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്യു ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതിനകത്ത് നമ്മൾ കാണുന്നത് ഏശായുടെ ഒരു റെഫറൻസ് ആണ് 7:14. അത് നമുക്ക് അറിയാവുന്നതാണ്, ഈശായുടെ കുറ്റിയിൽ നിന്നുള്ള ഇമ്മാനുവേലിന് പേരിടും, വെർജിൻ ബെർത്ത്, ഇത് രണ്ടും പറയുന്ന ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്ന ഒന്നാണ്. ഇതൊക്കെ ഞാൻ ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ വിട്ടു പോകുന്നതിനുള്ള അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചേക്കാം. ഇത്തരം ഭാഗങ്ങളാണ് സെൻറ്റ് മാത്യുവിൻ്റെ രണ്ടാം ഭാഗത്തിൽ മഷിഹായെ റെപ്രസെൻ്റ് ചെയ്യാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സെൻറ്റ് മാത്യു വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ആരംഭിക്കുന്നത് സെൻറ്റ് മാത്യു 2 മുതലാണ്. 1 മുതൽ 12 വരെ നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. വീണ്ടും ദാവീദിന്റെ പട്ടണത്തിൽ അവൻ ജനിച്ചു എന്നുള്ളത് നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ്. അതിൻ്റെ പേരാണ് ബേദലഹീം എന്നുള്ളത്. അത് നമ്മൾ മറന്നു പോരുത്. ഇപ്പം നമ്മൾ ദാവീദിന്റെ സൺ ഓഫ് ഡേവിഡ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ മാത്യു ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഐഡിയ ആണ് ബേദലഹീം എന്ന് പറയുന്നത് ദാവീദിന്റെ സിറ്റി കൂടാണ്, ദാവീദിന്റെ പട്ടണം കൂടാണ്. അവിടെ തന്നെയാണ് കർത്താവ് ജനിച്ചിരിക്കുന്നതെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവൻ പ്രൂവ് ചെയ്യുകയാണ് അവൻ സൺ ഓഫ് ഡേവിഡ് ആണ്, മഷിഹാണ്. യഹൂദന്മാർ പറഞ്ഞിരുന്ന നമ്മുടെ ട്രഡീഷൻ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കാണുന്ന ഒരു ഭാഗമാണ് വൈസ്മെന്നോ അസ്ട്രോളജേഴ്സിനോ മാഗീന്നോ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വിദ്വാൻമാർ വന്നു എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. അത് അവൻ്റെ ഒരു ഒന്നുകിൽ വിദേശികളായ കുലീനരായ ഒരു വിഭാഗം വന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. കാരണം അവൻ്റെ റോയൽ രാജകീയ സ്വഭാവം കാണിക്കാൻ വേണ്ടി മാത്യു അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ രീതിയിലാണ്. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെന്നുള്ളതാണ്. നമ്മുടെ പെട്രിസ്റ്റിക് ഫാദേഴ്സിൽ അയറേനിയസ് ഇവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒരർത്ഥത്തിൽ ആ ജൂയിഷ് ട്രഡീഷനിൽ വളരെ വില കൂടിയ ഒന്നാണ്. അത് അത്യാവശ്യം നമുക്ക് ഒത്തിരി ഇമേജറികൾ അത്ര ഹിസ്റ്റോറിക്കലി കിട്ടില്ല. പക്ഷെ എന്നാൽ പോലും റോമൻ എംപയറിൻ്റെ സമയത്ത് ചിലപ്പോഴൊക്കെ രാജാവിന് വില കൂടിയ രത്നങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്ന ഒരു രീതി, കൊടുക്കുന്ന ഒരു രീതി, കാഴ്ചവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയറേനിയസ് ഈ 3 സിംബോളിക്കായ നമുക്കറിയാം പൊന്നും മൂര് കുന്തിരിക്ക്, ഈ 3നും സിംബോളിക്കലായിട്ടൊരു റെപ്രസെൻറ്റേഷൻ നമ്മുടെ ആദിമ പിതാവായ അയറേനിയസ് ഓഫ് ലയോൺ കൊടുക്കുന്നുണ്ട്. അതിന് സ്വർണത്തിന് റോയൽറ്റി ഉണ്ടെന്നും പിന്നെ മൂരിന് ഡിവിനിറ്റിയുടെ, പിന്നെ മൂരല്ല കുന്തിരിക്കത്തിന് മൂരെന്നുള്ളത് നമ്മുടെ മീറ എന്ന് പറയുന്ന അതിന് ഒരർത്ഥത്തിൽ ഡെത്ത് അല്ലെങ്കിൽ പാഷൻ അവൻ്റെ കഷ്ടതയുമായി ബന്ധപ്പെട്ടും കാണിക്കുന്ന ഒരു ഭാഗമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് കൂടാതെ നമ്മൾ പഴയ നിയമത്തിൽ കുറച്ച് കാണുന്ന ഒരു ഭാഗമാണ് ഈ ശലോമോന്റെ കാലത്ത് ശേബാരാജ്ഞി വളരെ ദ്രവ്യങ്ങളായി വരുന്നത്, ആ ഒരു സിംബോളിക് റെപ്രസെൻ്റ്. അപ്പം ഒരു രാജാവിൻ്റെ മുമ്പിൽ വരുന്ന ഒരു ഐഡിയ കൊണ്ടുവരാനും ഈ പറഞ്ഞ വൈസ് മെന്നിനെ അല്ലെങ്കിൽ വിദ്വാൻമാരെ അവിടെ സെൻറ്റ് മാത്യു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അത് നിങ്ങൾ ഗ്രാജുവലായിട്ട് ഞാൻ അയക്കുമെന്ന് നോക്കാം. ബാക്കിയുള്ളത് നമുക്ക് അവൻ്റെ ബർത്ത് പ്ലേസിനെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് അത് ഇതിനകത്തൊന്ന് ഓർക്കേണ്ട, അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്.
ബേദലഹീം ഇത് സിറ്റി ഓഫ് കിങ് ഡേവിഡ്, ദാവീദിന്റെ പട്ടണം കൂടാണ് ഈ ബേദലഹീം. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിന്റെ രണ്ടാമത്തെ സബ് പോയിന്റ്. നമ്മൾ 5 പോയിന്റുകളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ പോയിന്റിനകത്ത് രണ്ടാമത്തെ സബ് പോയിന്റ്, അതിനകത്ത് മൂന്നാമത് നമ്മൾ കാണുന്നുള്ള ഒന്നാണ്, പിന്നെ ഈജിപ്തിലേക്ക് അവൻ ഓടിപ്പോകേണ്ടി വരുന്നുണ്ട് പുത്തനെ കൊണ്ട്. അത് 2-13. കാരണം നമ്മൾ ഫറവോയുടെ ഈജിപ്തിൽ ഫറവോയുടെ കാലത്ത് മോശ ഓടിപ്പോയതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷനായിട്ട് ചില ഇന്റർപ്രിട്ടേഷൻ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു ഉം, ഒരർത്ഥത്തിൽ രണ്ടാമത്തെ മോശയാണെന്ന്, ന്യൂ മോശ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പഴയ പറഞ്ഞ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പഴയ ചരിത്രം പറയുന്ന ഒരാളാണ് ക്രിസ്തു എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട്. ഹെരോദാവിന്റെ കാലത്ത് ക്രിസ്തുവിനെയും കൊണ്ട് ജോസഫിന് ഓടിപ്പോകേണ്ടി വരുന്നത് നമുക്കറിയാം. മോശ വളരെ കുഞ്ഞായിരുന്നപ്പോൾ അവനെ നദിയിൽ കളയേണ്ടി വരുന്നുണ്ട്, പിന്നെ രാജാവിന് രക്ഷപ്പെടും. ആ സെയിം സിമ്പിൾ നമ്മൾ പിന്നീട് യേശു ന്യൂ ഇസ്രായേൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവനുള്ളത്. അവൻ പുതിയ ഇസ്രായേലാണ് യേശുവിൽ ആരംഭിക്കുന്നത്. അത് നമ്മൾ ഹോശയ 11:1 കാണുന്ന റെഫറൻസ്. ഒരർത്ഥത്തിൽ യേശു ഡെലിവറും, അവൻ ഒരു സമൂഹത്തെ രക്ഷിക്കുന്നവനും രക്ഷപ്പെട്ടോടിയവനും കൂടെയാണ് എന്നുള്ള ഒരു ഒറ്റ റെഫറൻസ് മോശ എന്ന പുതിയ മോശ കൺസെപ്റ്റും കൊണ്ടുവരുന്നുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെ പുതിയ ഇസ്രായേൽ എന്നുള്ള ഒരു കൺസെപ്റ്റും കൊണ്ടുവരുന്നു. അത് നമ്മൾ ഓൾറെഡി യേശുവിൻ്റെ പേര് റെഫർ ചെയ്തപ്പോൾ കണ്ടതാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അതും നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ബൈബിൾ റെഫറൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമ്മൾ ഇപ്പം രണ്ടാമത്തെ പോയിന്റ് 4ാമത്തെ ഏരിയയാണ്. ഹേരോദാവ് ശ്രമിക്കുന്നത് യേശുവിനെ കൊല്ലാനാണ്. പക്ഷേ അത് നടക്കാതെ പോകുന്ന ഒരടയാളം, അതിനർത്ഥം അവന് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്നുള്ളതാണ്. അതും പ്രൂവ് ചെയ്യുന്നത് ഇവൻ മശിഹാണെന്നാണ്. കാരണം ഇവൻ ഒരർത്ഥത്തിൽ മനുഷ്യനാണ്, അതേ അർത്ഥത്തിൽ തന്നെ അവൻ ദൈവം കൂടെയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരടയാളം കൂടെ സെന്റ് മാത്യു കൊണ്ടുവരികയാണ്. 2ാമത്തെ അധ്യായത്തിൽ തന്നെ 16 മുതൽ 18 വരെ. അതിനകത്തും പുതിയ മോശയുടെ കൺസെപ്റ്റ് തന്നെ വീണ്ടും കാണുക. നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയ മോശ തിരിച്ചു വരുന്നുണ്ട്. അതേ കാര്യം തന്നെ ഈ റെഫറൻസിൽ നമുക്ക് വീണ്ടും കാണാം, ഇവര് തിരിച്ചു വരുന്നത്. അതിനകത്ത് നമ്മൾ ഒരു റെഫറൻസ് മാത്രമുള്ളത് 2 റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലാത്തൊരു റെഫറൻസ് ആയതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നെന്ന് പറഞ്ഞോളൂ. രാമ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ അതിന് റാമയിൽ നിന്ന് തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ റാഹേലിന്റെ നിലവിളി എന്നുള്ളൊരു ആശയം ഒന്ന് ശൗമേലിനകത്ത് ജെരമ്യ 31:15 നമ്മൾ കാണുന്നുണ്ട് ആ റെഫറൻസ്, കരയുന്ന റാഹേലിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ അത് 1 ശമൂവേൽ 10:2 കാണുന്ന റാഹേലിനെ കുറിച്ചുള്ളതാണ്. യഥാർത്ഥത്തിൽ റാഹേലിനെ അടക്കപ്പെട്ടത് നമ്മൾ ജനസിസിനകത്ത് കാണുന്ന ഒരു റെഫറൻസ് ആണ്. റാഹേലിനെ അടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഈ പറഞ്ഞ ബേദലഹീമിന് അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടുന്ന് പോകുമ്പോൾ റാഹേലിന്റെ നിലവിളി എന്നുള്ളൊരു കൺസെപ്റ്റ് ഓൾറെഡി ഉള്ളത് റെഫറൻസായി എടുക്കുകയാണ്. ജെരമ്യാവ് 31:15 റെഫറൻസ് റാഹേലിന്റെ നിലവിളി എന്നുള്ളത് എക്സൈലിന്റെ കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. 586 യെരമ്യ പ്രവാചകന്റെയൊക്കെ സമയത്ത് ഇവർ എക്സൈലിൽ പോകുമ്പോൾ ആ കമ്മ്യൂണിറ്റി പലരും മരിച്ചുകൊണ്ട് വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് യെരമ്യാവ് എന്നുള്ളത്. 40:1 യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. അത് ഏകദേശം ക്രിസ്തുവിന് 586 വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. ആ സമയത്തുള്ള
റാഹേലിന്റെ നിലവിളി എന്നുള്ള ഒരു ആശയം വീണ്ടും ഉം, ഇവിടെ സെന്റ് മാത്യു കൊണ്ടുവരികയാണ്. കാരണം ഇവൻ ആ പഴയ പറഞ്ഞ വ്യക്തി തന്നെയാണ്. ആരാണ് റാഹേൽ? ഉം, ഒരു സമൂഹം കരഞ്ഞത് എക്സൈലിന്റെ കാലത്താണെങ്കിൽ അവൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാനുള്ളൊരു ശ്രമമുണ്ട്. കാരണം എന്നാൽ മാത്രമേ അവന് സെന്റ് മാത്യുവിന് പറയാനൊക്കെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൻ ഈ പഴയ മോശയായിരുന്നത് കൊണ്ട് ആ ഓടിപ്പോക്കിൽ നിന്ന് തിരിച്ചു വന്നതുപോലെ ഇവനും തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അവിടെ നിന്നാണ് വീണ്ടും മശിഹ തിരിച്ചു വരുന്ന ഭാഗമാണ് നമ്മൾ അതിൻ്റെ അഞ്ചാമത്തെ പോയിന്റായിട്ട് വെച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ സബ് പോയിന്റ്. അവൻ ഗലീലയിലേക്കാണ് തിരിച്ചു വരുന്നത്. ബേദൽഹീമിൽ നിന്ന് ഓടിപ്പോയ ആൾ ഗലീലയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചും മാത്യുവിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. കാരണം നമുക്ക് ഇവന്റെ പബ്ലിക് മിനിസ്ട്രി യേശു ആരംഭിക്കുന്നത് ഗലീലിൽ നിന്നാണ്. ഇത് യഥാർത്ഥത്തിൽ കുറച്ചും കൂടെ ബേതയിൽ നിന്ന് കുറച്ചും കൂടെ നോർത്തേൺ സൈഡിലേക്കാണ് ഗാലിലി വരുന്നത്. അതുകൊണ്ട് തന്നെ സെന്റ് മാത്യുവിന് പറയേണ്ടതുണ്ട് എന്തുകൊണ്ട് അവൻ അവിടെ എത്തിയെന്നുള്ളത്. അപ്പൊ ആ റെഫറൻസ് കൃത്യമായിട്ട് അവിടെ പറയുന്നത് അവൻ നസ്രയത്തുകാരൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള വായന നമ്മൾ ഈ 19 രണ്ടാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ 23ാമത്തെ വാക്യം, അവൻ നസായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എന്ന് ഒരു ഐഡിയ കൊണ്ടുവരുന്നുണ്ട് മാത്യു. ഈ നസറേത്ത് എന്ന് പറയുന്നത് ഗലീലയുടെ ചേർന്ന പ്രദേശമാണ്. അപ്പം കൃത്യമായിട്ട് ഇപ്പം നേരത്തെ ബഥേലിൽ ജനിച്ച കർത്താവിന് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്നു. വീണ്ടും തിരിച്ച് അവൻ നസായൻ എന്ന് വിളിക്കപ്പെടുന്ന അവൻ ഗലീലയിലെ അടുത്ത പ്രദേശമായ നസ്രയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പം അങ്ങനെ റെഫറൻസ് കൃത്യമായിട്ട് എന്തുകൊണ്ട് അവൻ്റെ മിഷൻ ഗാലിലി പ്രദേശത്ത് നിന്ന് ആരംഭിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് ജീനിയോളജി. മശിഹ ആണ്. അപ്പം എന്തുകൊണ്ട് അവൻ്റെ മിഷൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഇത് പറഞ്ഞ് തീരുന്നിടം വരെയാണ് നമ്മൾ ഈ 5 ഏരിയ ആയിട്ടാണ് രണ്ടാമത്തെ ഭാഗത്തെ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഹൈലൈറ്റ് ചെയ്തിരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അവനെ നസറേൻ എന്ന് വിളിക്കപ്പെടുന്നു. ഗലീല എന്ന നോർത്തേൺ സൈഡിലേക്ക് അവൻ പോകുന്നുണ്ട്. മോശയെ പോലെ തിരിച്ചു വരുന്നുണ്ടെന്ന് പറയുന്ന ഇത്രയും ഭാഗങ്ങൾ. അതിനകത്തും കുറച്ച് റെഫറൻസ് ഞാൻ 2 ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മെയിൻസ് പോയിന്റിന്റെ 3ാമത്തെ ഏറിയാണ് മശിഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. അവിടെ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ക്രിസ്തുവിൻ്റെ മുന്നോടി എന്ന് പറയാമെങ്കിൽ പോലും മാത്യു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത് യോഹന്നാന് ശേഷം കർത്താവ് അതേ സ്ഥലത്ത് അതേ ക്യാരക്ടറോടെ ഒരാളായിട്ട് വരുന്നു എന്ന് കാണിക്കുന്ന ചില ഭാഗങ്ങളുമുണ്ട്. 2, പെട്ടെന്നാണ് കർത്താവിൻ്റെ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ബെർത്ത് നറേറ്റീവ് പെട്ടെന്ന് മാറിയിട്ട് ക്രിസ്തുവിൻ്റെ ഒരു വളരെ 30ഓ 29ഓ വയസ്സായ ഒരു വ്യക്തിയിലേക്ക് അഡൽട്ട്ഹുഡ് മിനിസ്ട്രിയിലേക്ക് മാറുന്ന ഒരൊറ്റ ചെറിയ ഫ്രേസിൽ ഒരൊറ്റ വാക്യത്തിലാണ് 3ാം അധ്യായം അക്കാലത്ത് യോഹന്നാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയും 3ാം അധ്യായം ആരംഭിക്കുന്ന ഈ ആ കാലം എന്ന് പറയുന്ന ഒരു റഫായിട്ടുള്ളൊരു റെഫറൻസ് ഒരു വലിയ കാലം, ഒരു 25 വർഷം അല്ലെങ്കിൽ 2 ഡെക്കേഡ്സിന് മേളിൽ മാറിയതിന് ശേഷമുള്ള ഒരൊറ്റ ഡേറ്റ് ആയിട്ട് മാറുന്നുണ്ട് 3ാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഗാലിലിയിൽ എത്തിയ ക്രിസ്തുവിനെ പറയുമ്പോൾ അതിൻ്റെ അടുത്ത റെഫറൻസ് ആരംഭിക്കുന്ന ആ ഗാലിലെത്തിയ ക്രിസ്തു വീണ്ടും ബാപ്റ്റിസത്തിനായിട്ട് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്ന ഒരു റെഫറൻസ് ആണ്. അപ്പം അത് നമുക്ക് അവിടെ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് വരുന്നു എന്നുള്ള ഒരു ആശയത്തിന് അവൻ പറയുന്നുണ്ട്. സകല പ്രവാചക ദൗത്യങ്ങൾ നിവൃത്തിയാവുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ക്രിസ്തു ആണെന്ന് അവന് പ്രൂവ് ചെയ്യുക എന്നുള്ള മാത്യുവിൻ്റെ ഐഡിയ ആ റെഫറൻസിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ കൃത്യമായിട്ട് ഒരു ടൈം റെഫറൻസ് എന്നാൽ മാത്യുവിൽ കാണുന്നില്ല ഏത് വർഷമാണ്. പക്ഷെ നമുക്ക് ലൂക്ക് കുറച്ചുകൂടെ പരിശോധിച്ചാൽ കാണും. ഏകദേശം AD 26
36-നും ഇടയിലുള്ള ഒരു സമയമാണ് ഈ മൂന്നാം അധ്യായത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജ്. അത് സെൻറ്റ് ലൂക്കിലെ ആ റെഫറൻസ് നമ്മൾ പൊന്തിയോസ് പൈലറ്റിൻ്റെ ആ പീരീഡ് അതിനോട് ബന്ധപ്പെട്ട് എടുത്തി പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. അതിന് മാത്യുവിൽ ആ ഐഡിയ കിട്ടില്ല. ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ. ആ കാലത്തെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു റെഫറൻസ് അല്ലാതെ നമുക്ക് കൃത്യമായിട്ടൊരു ഇയർ മനസ്സിലാവുന്നതല്ല ഈ മൂന്നാം അധ്യായത്തിൻ്റെ ബിഗിനിങ്. അപ്പോൾ രണ്ടുപേരെ അധ്യായങ്ങൾ ഗാലലി മിനിസ്ട്രിയിൽ എത്തുന്നതിന് മുമ്പേ ഗാലലിയിൽ എത്തിയ ക്രിസ്തു വളരെ ശിശുവായിരുന്ന അവസ്ഥയിൽ നിന്ന് മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റുമായി ബന്ധപ്പെട്ട് അവൻ ഓൾഡർ ഏജിലെത്തിയ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസേഴ്സും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ നാലാമത്തെ മശിഹായെ റെഫർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവിടെ തന്നെ സെൻറ്റ് മാത്യുവിൻ്റെ മുമ്പിൽ ഒരു എത്തുന്ന ക്രിസ്തുവിൻ്റെ ബാപ്റ്റിസവുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോളോവർ ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് സെൻറ്റ് മാത്യു കൊണ്ടുവരുന്നുണ്ട്. അതിനും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞുള്ളതാണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ. ഇപ്പം നമ്മൾ സെൻറ്റ് ജോൺ അവനെ ദ ബാപ്റ്റിസ്റ്റ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവൻ പ്രവാചകൻ ദൗത്യങ്ങൾ ഫുൾഫിൽ ചെയ്തൊരു ക്രിസ്തുവാണെന്ന് കാണിക്കുന്ന ഭാഗങ്ങളാണ് 3rd ചാപ്റ്റർ മുഴുവനുള്ള. അവസാനം നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ കൺക്ലൂഡിങ് സെക്ഷനിലുള്ള ഒരു ഏരിയയാണ് അവനെ പരീക്ഷിക്കുന്ന 4-ാം അധ്യായം 1 മുതൽ 11. സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങൾ 3-ൽ റെഫർ ചെയ്യുന്ന ഒരു കൃത്യമായി റെഫർ ചെയ്യുന്ന, അധികം വ്യത്യാസങ്ങളില്ലാതെ റെഫർ ചെയ്യുന്ന ഒരു റെഫറൻസ് ആണ് യേശുവിന് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന ഭാഗം. അപ്പം അതും മരുഭൂമിയിലാണെന്നുള്ളൊരു ഐഡിയയും അത് നമ്മൾ റെഫറൻസ് പഴയ നിയമ റെഫറൻസ് സെൻറ്റ് മാത്യുവിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതേ മരുഭൂമി എന്നുള്ള ആശയം തന്നെയാണ് ഇവിടെ 4-ാം അധ്യായത്തിന് 1-ലും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഭാഗത്ത് അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മരുഭൂമിയിൽ അവൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിലായിരിക്കുന്നത്. അത് മോശയുടെ 40 വർഷക്കാലം ഉള്ളത് നമുക്ക് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ നോമ്പുകളുടെ പാട്ടുകളിൽ കേട്ടായിരിക്കും. പിന്നെ ടെംപ്റ്റേഷനാണ്. 3 പ്രാവശ്യം ക്രിസ്തു ടെംപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പ്രൂവ് ചെയ്യുന്ന അതിനകത്ത് നമുക്ക് ഒരെണ്ണം തന്നെ കാണാവുന്നതാണ്. ടെംപ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നീ ക്രിസ്തുവാണെന്ന് അവൻ തന്നെ പറയുകയാണ്. അത് ആ റെഫറൻസും കൂടെ കൊണ്ടുവരാനായിരിക്കാം ചിലപ്പോൾ മാത്യു ആ ടെംപ്റ്റേഷൻ കൃത്യമായിട്ട് 3ആയിട്ട് ക്ലാരിറ്റിയോടെ റെഫർ ചെയ്യുന്നത്. അതും ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങളെ ഇന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. നമ്മൾ ഇന്നത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മശിഹായായിട്ട് സെൻറ്റ് മാത്യു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 5 സബ് ഏരിയകളായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന്, അതിനകത്ത് ജീനിയോളജി പറയുന്നുണ്ട്. പിന്നീട് ജോസഫിൻ്റെമായി ബന്ധപ്പെട്ട് ജോസഫിനുണ്ടാകുന്ന വെളിപ്പാട്, ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ. പിന്നെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവൻ ജനനവും വിദ്വാൻമാർ കടന്നു വരികയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പോവുകയും ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്നൊരു മോശയിക കൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. 2-ാം മോശയായിട്ടും 2 ഇസ്രായേലായിട്ടും പറയുന്നുണ്ട്. തിരിച്ചവൻ വരുന്ന നസറേത്തുകാരനായിട്ട് അറിയപ്പെടുന്ന ഒരു ഗാലലിയൻ മിനിസ്ട്രിയിൽ എത്തുന്ന 2-ാമത്തെ ചാപ്റ്ററിൻ്റെ എൻഡ് നമ്മൾ കാണുന്നു. അവൻ നസറേൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ പോലും ആ നസറേത്ത് എന്ന് പറയുന്ന ഗാലലിയാണ് എന്നുള്ള നമുക്ക് ഒരു ഓർമ്മയിരിക്കണം. കാരണം നമ്മൾ ഇനിയിപ്പം മിഷൻ ആരംഭിക്കാൻ നമുക്ക് കാണാം അവൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്ന ഗാലലി എന്നാണ്. പിന്നെ നമ്മൾ 3-ാമത്തെ ചാപ്റ്ററിൽ കാണുന്ന 2 ഭാഗങ്ങളാണ്. സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവനെ മാമോദിസ മുക്കുമ്പോഴും അവൻ പരിശുദ്ധാത്മാവിനെ ഇൻ ഫ്യൂച്ചറിൽ ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നു. എല്ലാം പ്രവചനങ്ങളും നിവൃത്തിയാവുന്ന ഒരു വ്യക്തിയാണെന്ന്
മൂന്നാം ചാപ്റ്റർ പറയുന്നത്. നാലാം ചാപ്റ്ററിലാണ് അവൻ്റെ ടെംപ്റ്റേഷൻ. ഇത്രയും ഏറിയ വെച്ചാണ് സെൻറ്റ് മാത്യു ക്രിസ്തുവിനെ മെസ്സിഹായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മഷിഹായുടെ മിനിസ്ട്രി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ അനുഗ്രഹപ്രദമായിട്ട് ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സും നയിച്ച ബഹുമാനപ്പെട്ട ബിഡീഷ് അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അടുത്ത ബൈബിൾ സ്റ്റഡി ക്ലാസ് അടുത്ത മാസം 4-ാമത്തെ ബുധനാഴ്ച ആയിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി അച്ഛനോടും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ആശീർവാദം നൽകി ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് പര്യവസാനിപ്പിക്കാം. ബാറിക്കുമോ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം ഞങ്ങൾ ഓരോരുത്തരോടും കൂടിയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.